ഫ്രണ്ട്സ്, എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിലാണെങ്കിൽ പൃഥ്വിയോട് ഫോൺ സംസാരിച്ചതിന് ശേഷം ഷേർലിൻ വിചാരിക്കുകയാണ് പൃഥ്വിയെ വിശ്വസിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൂടെ അകത്തേക്ക് പോകാമെന്ന് കരുതി പോകുന്നു. അതേസമയം പൃഥ്വിയാണെങ്കിൽ മീഡിയക്കാരോട് സംസാരിക്കുകയാണ്. മീഡിയക്കാരോട് പറയുകയാണ് കിരണിനെ കുറിച്ച്. കിരൺ ഒരു പെൺകുട്ടിയുമായിട്ടുണ്ടെന്ന് ആണെങ്കിൽ അതൊരു ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോയും ഒക്കെ പോയി എടുക്കാൻ പറയുന്നു. പൃഥ്വിയാണെങ്കിൽ മീഡിയക്കാരനോട് പേര് സഞ്ജയ് എന്നാണ് പറയുന്നത്. ഷേർലിൻ ആണെങ്കിൽ അവിടേക്ക് വരുന്നുണ്ട്. ഷേർലിൻ അപ്പോൾ പൃഥ്വിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് പേര് മാറ്റി പറഞ്ഞതെന്ന്. പൃഥ്വി അപ്പോൾ പറയുന്നുണ്ട്, ഏതെങ്കിലും കാരണം കൊണ്ട് പിടിക്കപ്പെട്ടാൽ എൻ്റെ പേര് വെളിയിൽ വരാതിരിക്കാൻ വേണ്ടിയാണെന്ന്. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് പൃഥ്വി ചോദിക്കുകയാണ്. എന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ എന്ന്. ഷേർലിൻ അപ്പോൾ പറയണം, നീ എന്നിൽ നിന്ന് അകന്നു പോകുന്ന പോലെയൊക്കെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടെന്ന്. പൃഥ്വിയാണെങ്കിൽ ഉടനെ തന്നെ ഷേർലിനെ സോപ്പിട്ട് മയക്കിയെടുക്കുകയാണ്. ഗീതയാണെങ്കിൽ കിരണിനെ നോക്കി ചെല്ലുമ്പോൾ കിരണിനെ കാണുന്നുണ്ട്. കിരണിനെ മോനിഷയുടെ കൂടെയാണ് കാണുന്നത്. രണ്ടുപേരും ലിഫ്റ്റിൽ കൂടെ മുകളിലേക്ക് പോകുന്നു. ആ സമയത്ത് പ്രീത കിരൺ എന്ന് പറഞ്ഞ് പുറകെ ചെല്ലുന്നുണ്ട്. പക്ഷെ കിരൺ ഒന്നും കേൾക്കുന്നില്ല, മയങ്ങിയിരിക്കുകയാണ്. പ്രീത അപ്പോൾ വിചാരിക്കുകയാണ്, ഇവന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവുമില്ല, ഞാൻ എന്തിനാണ് ഇവന്റെ പുറകെ നടക്കുന്നത്, ഇവനൊരു പാർട്ടിയാണെന്ന് പോലും ഒരു വിചാരമില്ല, ഏത് പെൺകുട്ടിയെ കണ്ടാലും അവരുടെ പുറകെ പൊക്കോളും. പ്രീത അങ്ങനെയൊക്കെ വിചാരിച്ച് വീണ്ടും തിരിഞ്ഞു പോരുകയാണ്. മുനിഷിയാണെങ്കിൽ പൃഥ്വിയെ ഫോൺ ചെയ്തിട്ട് പറയാണ്, കിരണിനെയും കൊണ്ട് ഞാൻ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലേക്ക്, ഉടനെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തോളാൻ പറയുന്നു. പ്രീതയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആലോചിക്കുകയാണ്, ഹോളി പ്രോഗ്രാം വന്നപ്പോൾ പോലും കിരൺ ഇത്രയും കുടിച്ചിട്ടില്ല, ചിലപ്പോൾ കിരണിനെ ആ പെൺകുട്ടി പിടിച്ചു വലിച്ചുകൊണ്ട് പോയതാണോ എന്ന് ചിന്തിക്കുകയാണ്. എന്തോ മനസ്സ് തെറ്റായിട്ട് നടക്കാൻ പോകുന്നത് പോലെ പറയുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാമെന്ന് പ്രീത കരുതുകയാണ്. സമയം പൃഥ്വിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് പോലീസിനോട് പറയാണ്, കിരൺ ആണെങ്കിൽ ഒരു പെൺകുട്ടിയും കൊണ്ട് റൂമിൽ പോയെന്ന്, ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വന്ന് രക്ഷിക്കണമെന്ന് പറയുകയാണ്. പൃഥ്വിയാണെങ്കിൽ റൂം നമ്പർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഉടനെ തന്നെ വരാമെന്ന് പോലീസ് സമ്മതിക്കുകയാണ്. കിരണിനെ കൊണ്ടുപോയ റൂമിലേക്കാണെങ്കിൽ പ്രീതയും ചെല്ലുകയാണ്. ആ റൂമിന്റെ ഫ്ലോറിൽ ചെല്ലുമ്പോൾ പ്രീത ഏത് റൂമെന്നറിയാതെ അവിടെയെല്ലാം നോക്കുന്നു. പ്രീതയാണെങ്കിൽ തുറന്നു കിടക്കുന്ന റൂമിലേക്ക് നോക്കുമ്പോഴാണെങ്കിൽ കിരൺ കട്ടിലേക്ക് കിടക്കുകയാണ്. ആ പെൺകുട്ടിയാണെങ്കിൽ കിരണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പ്രീത പക്ഷേ തെറ്റായിട്ടാണ് വിചാരിക്കുന്നത്. കിരണാണ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നത്, ആ പെൺകുട്ടിയെ കൂട്ടിയിട്ട് പോയതാണെന്നൊക്കെ വിചാരിക്കുകയാണ്. പ്രീതയാണെങ്കിൽ ഒരുപാട് ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കുന്നു. കിരണാണെങ്കിൽ മോനിഷയോട് പ്രതികരിക്കുകയാണ്, എൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറയുന്നു. അത് പ്രീത പെട്ടെന്ന് കേൾക്കുന്നുണ്ട്. പ്രീത ഉടനെ തിരിഞ്ഞു റൂമിൻ്റെ അവിടേക്ക് വരികയാണ്. പ്രീതയ്ക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് കിരൺ ആണെങ്കിൽ അവളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഇവളാണ് അങ്ങോട്ട് ചെന്ന് ശല്യം ചെയ്യുന്നതെന്ന്. പ്രീത മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പം കിരണിനെ സഹായിക്കണമെന്ന്. എന്നിട്ട് കിരണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. കിരണിൻ്റെ അടുത്ത് ചെന്നിട്ട് ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, എന്തിനാണ് ഈ റൂമിൽ വന്നിരിക്കുന്നതെന്നൊക്കെ. പ്രീത ചോദിക്കുന്നത് കേട്ടിട്ട് ആ പെൺകുട്ടി പറയുകയാണ്, ഞാനല്ല വന്നത്, അവൻ എന്നെ കൂട്ടിയിട്ട് വന്നതാണെന്ന്. പ്രീത അപ്പോൾ പറയണം, ഞാനത് വിശ്വസിക്കത്തില്ല, അവനാണെങ്കിൽ ഒട്ടും വയ്യ, നടക്കാൻ പോലും വയ്യ, പിന്നെ എങ്ങനെയാണ് അവൻ നിന്നെ കൂട്ടിയിട്ട് വരുന്നത്, നീ കള്ളം പറയുകയാണെന്ന് സൂചിപ്പിക്കുന്നു. മോനിഷ അപ്പോൾ പറയാണ്, ഞാൻ അവൻ്റെ ഫാനാണെന്ന്. പ്രീത അപ്പോൾ പറയാണ്, ഫാനാണെങ്കിൽ ഇങ്ങനെയല്ല പെരുമാറുന്നതെന്ന്. ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒരു ഫാനുമാണെങ്കിൽ അവരുടെ ദേഹത്ത് തൊടത്തില്ല, ഒരു ഫോട്ടോ പോലും എടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയ കഥയുമായി വീണ്ടും കാണാം. താങ്ക്